പക്ഷെ എന്തായാലും ഉള്ള മുഴുവൻ പേരെയും ഇവിടുന്ന് നാട്ടുകാരുടെ വലിയ ഇടപെടലുണ്ടായി എല്ലാവരെയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ അത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ലഭ്യമല്ല, നിങ്ങളുടെ ടി വിയിലൂടെ ആ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നിന്ന് മാറ്റി അവസാനമായി ഒന്നുകൂടി അത് ഇനി ഈ വാഹനത്തിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതാണ് ഇപ്പോൾ ക്രെയിൻ അടിയന്തരമായി എത്തിച്ചത്. ഫയർഫോഴ്സ് ഇവിടെ എത്തി, ഫയർഫോഴ്സ് എല്ലാ പരിശോധനയും നടത്തി. അകത്താരുമില്ല എന്ന അവരുടെ പ്രാഥമിക പരിശോധനയിൽ അവർ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു ക്രോസ് ചെക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് കൂടി ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഈ അപകടം അപ്പൊ മുഴുവൻ പേരും അങ്ങ് മാറണം. അവിടെ നിന്ന് ബസ് ഉയർത്താനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്ന് എല്ലാവരും മാറണമെന്നാണ് ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. ഏറെ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് ആളുകൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ബസ് ഉയർത്തുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. ആളുകൾ അവിടെ നിന്ന് മാറണം എന്നുള്ളതാണ് എം പി ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഈ അപകടം അറിഞ്ഞ് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബസ് ഉയർത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ ബസ്സിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നറിയാൻ അത് എത്രയും വേഗം അത് അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബസ് ഉയർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നടപടിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ക്രെയിൻ ഉൾപ്പെടെ അവിടെ എത്തിച്ചിട്ടുണ്ട്, JCB എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നു. AV ജയശങ്കർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ജയശങ്കർ, വിവരങ്ങൾ. അതായത് ഈ ബസ് ഇവിടെ നിന്ന് ഉയർത്താനുള്ള ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രെയിൻ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ടാണ് ബസ് ഉയർത്തുന്നത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് ചില പ്രകോപനമൊക്കെ ഉണ്ട്. കാരണം സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ കാര്യമായ പരിശോധന ഉൾപ്പെടെ പറയുന്നുണ്ട്. ചേട്ടാ, ഇത് എങ്ങനെ അപകടമുള്ള സ്ഥലമാണോ? അപകടമുള്ള സ്ഥലമാണിത്. അവിടെ സ്ഥലമാണ്. റോഡ് അങ്ങനത്തെ റോഡാണ്. അത് ഓട നടക്കുന്നു. ഓട വണ്ടി കയറി വന്നത്. അതായത് നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പോലീസും ഈ നാട്ടുകാരെല്ലാം ചേർന്ന് ആളുകളെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം ഉൾപ്പെടെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ നാട്ടുകാരുടെ ഒരു ഒഴുക്ക് ഈ പ്രദേശത്തുണ്ട്. ഈ ദൃശ്യവും മറ്റും കാണാൻ നമുക്കറിയാം. വീടിന്റെ മുകളിലും മറ്റും ഉൾപ്പെടെ ആളുകൾ കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസും ഫയർഫോഴ്സും എല്ലാം നാട്ടുകാരെയും ഉൾപ്പെടെയുള്ള ആളുകളെ ഈ പ്രദേശത്ത് നിന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ വാഹനം ഉൾപ്പെടെ നിലവിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഫയറിലേക്കോ മറ്റ് തീപിടുത്തം ഉൾപ്പെടെയുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഫയർഫോഴ്സ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ ടൂറിസ്റ്റ് ബസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന് ശേഷം തീപിടുത്തം ഉൾപ്പെടെയുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അവർ ഈ മറിഞ്ഞ ബസ് നിലവിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഒരു ഭാഗം മറിഞ്ഞു കിടക്കുന്ന ബസ്സിനുള്ളിൽ കയറിയാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഫയർ സാധ്യത, അപകട സാധ്യത, തീപിടുത്ത സാധ്യത ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ബസ് ഉയർത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിടക്കുക. എന്തായാലും ഇവിടെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ വലിയൊരു സന്നാഹമുണ്ട്. ഒരു JCBയും ഒരു ക്രെയിനും ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വലിയ തോതിൽ നാട്ടുകാരും ഈ ബസിന്റെ പരിസര പ്രദേശത്ത് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏകദേശം 3/4 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഈ അപകടം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിനെത്തുകയും ഈ ബസ്സിൽ നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റുകയും ചെയ്തു. ഏകദേശം 49 ഇല്ലെങ്കിൽ 60 പേരുണ്ടായിരുന്നു എന്നാണ് ഈ ബസ്സിൽ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. 45ഓളം പേർ ഈ ബസ്സിലുണ്ടായിരുന്നു. പോലീസ് 60 എന്ന് പറയുന്ന സ്ഥിരീകരിക്കാത്തൊരു വിവരമുണ്ട്. പക്ഷേ 40 മുതൽ 65 വരെ ആളുകൾ ഈ ബസ്സിൽ എന്തായാലും ഉണ്ടായിരുന്നു. അതിൽ കുട്ടികളുണ്ടായിരുന്നു, മുതിർന്നവരുണ്ടായിരുന്നു. നിലവിൽ ഒരാളുടെ മരണമാണ് പോലീസ്. എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ ജയശങ്കർ? ബാക്കി ആളുകളെ ഈ കണക്കിന്റെ കാര്യത്തിൽ നിലവിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം നെടുമങ്ങാട് DYSP കുറച്ചു മുൻപ് 66 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. പ്രാദേശികമായി നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ബസ്സിൽ 49 പേരുണ്ടായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം. എന്തായാലും ഈ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യമായുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം നൽകാനുള്ളത് ഈ ആളുകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് തന്നെയാണ്. അതിന് തന്നെയാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. എന്തായാലും ഒരാളുടെ മരണം ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത് പോലീസ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഈ അപകടത്തിൽ നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്. ബാക്കി ആളുകളെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പരിക്കുള്ള ആളുകളെയാണ് നിലവിൽ റഫർ ചെയ്തിരിക്കുന്നത്. ബാക്കി ആളുകൾക്ക് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ പ്രാഥമിക ചികിത്സ നൽകിക്കൊണ്ട്
ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാട്ടുകാരുൾപ്പെടെ വലിയ തോതിലുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഈ നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. കാരണം ഈ അപകടം നടക്കുമ്പോൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഈ അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്നോ? നാട്ടുകാരുൾപ്പെടെ ഇവിടെ നിരവധി ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഇന്ന് ഈ അപകടം കണ്ട ആളുകൾ ഉൾപ്പെടെ പ്രതികരണം തേടാനുണ്ട്. എന്തായാലും വലിയ തോതിൽ നാട്ടുകാരുൾപ്പെടെ കൂടിക്കിടക്കുന്നു. നിലവിൽ അല്പസമയത്തിനകം തന്നെ ഈ ബസ് ഉയർത്തുന്ന നടപടികൾ ഉണ്ടാകും.